ചില വിഷയങ്ങളെ പ്രതി നമ്മൾ ഭാരപ്പെട്ടോ അതേക്കുറിച്ച് ആഗ്രഹിച്ചോ ആലോചിച്ചോ ഒക്കെ രാത്രിയുടെ യാമങ്ങളിൽ കിടന്നുറങ്ങുമ്പോൾ പിറ്റേ ദിവസം ദൈവം അത്ഭുതകരമായി ആ വിഷയങ്ങൾക്ക് വേണ്ട പരിഹാര ഉത്തരവും ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഉറങ്ങാതെ കാവൽ നിൽക്കുന്ന, കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം നമ്മെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നിടത്താണ് ഈ ദൈവത്തിന്റെ സഹായം കിട്ടുന്നത്. ഒന്ന്, ഈ കർത്താവിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കാനും കടന്നു പോകുന്ന കഠിനമേറിയ ദുഃഖത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചിട്ട്, ദൈവമേ ഇത് നിന്റെ ഇഷ്ടമാണെങ്കിൽ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് ഒരു ആത്മാവ് പറയുന്നിടത്ത് സ്വർഗത്തിൽ ദൂതനിറങ്ങും സഹായിക്കാൻ. ഒന്നിനുള്ള നിരവധിയായ അനുഭവങ്ങളിലൂടെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ദൈവം അതുപോലെ ദൂതന്മാരെ നമുക്ക് വേണ്ടി ഇറക്കി, നമുക്ക് മുമ്പേ ഇറക്കി, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാലടികളെയും സഹായഹസ്തം വേണ്ട ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് വേണ്ടത് ദൈവം തക്ക സമയത്ത് തരും. പക്ഷേ സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ, പറഞ്ഞതുപോലെ, കർത്താവേ എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്ന് പറയുമ്പോൾ ഈ ചങ്കിൽ എഴുതിയിട്ടിട്ട് പറയണം, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് എന്നെ സഹായിക്കും. അപ്പൊ ചിലർ ചോദിക്കും, അച്ഛാ കർത്താവ് നേരിട്ട് ഇറങ്ങി വന്ന് സഹായിക്കുമെന്ന് ചോദിക്കും. ചിലർ ചോദിക്കും, അച്ഛാ കർത്താവ് ഇങ്ങനെ നേരിട്ട് ഇറങ്ങി വരുമെന്ന് ചോദിക്കും. കർത്താവ് നേരിട്ട് ഇറങ്ങി വരുമോ ഇല്ല എന്നുള്ളത് ഇവിടെ പ്രശ്നം. നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ചിലപ്പോൾ മറ്റാരിലൂടെയെങ്കിലും ആയിരിക്കും, സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം. ചിലപ്പോൾ തളർന്നിരിക്കുന്ന മനസ്സിനെ കർത്താവിന്റെ വചനത്തിന് ബലപ്പെടുത്താൻ പറ്റും. അത് നേരിട്ടിറങ്ങി വരുന്നല്ലേ. രോഗമുള്ള നിന്റെ ശരീരത്തിലേക്ക് അവൻ പരിശുദ്ധ കുർബാനായി ഇറങ്ങി വരും. നേരിട്ടിറങ്ങി വരുന്നല്ലേ സുഖപ്പെടുത്താൻ. എത്രയോ പേർക്ക് ഈ ആലയത്തിൽ സൗഖ്യം കിട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ട്. ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ. വചനത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് മക്കളെ ഓർത്തൊക്കെ ചില ഭാരം വരും. ജീവിത പങ്കാളി ഓർത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാകും. കുടുംബ ബന്ധങ്ങളില് പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നമ്മുടെയോ കുടുംബാംഗങ്ങളുടെയോ മക്കളുടെയോ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് എപ്പോഴും നിർബന്ധമില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോ ആ സമയത്ത് തകർന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ നമുക്കൊരു ദൈവമുള്ളേ. നമ്മൾ തകരാതിരിക്കാനാണ് അവൻ തകർക്കപ്പെട്ടത്. യേശു എന്തിനാണ് തകർക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ നാം തകരാതിരിക്കാനാണ്. അവൻ മുറിവേറ്റത് എന്തിനാ? നാം സുഖപ്പെടാനാണ്. ആണ് യെശയ്യാ 53:5, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. കണ്ടോ, കർത്താവ് നേരിട്ട് ഇറങ്ങി വരുന്ന അനുഭവങ്ങളാണ് ഇതൊക്കെ. അവൻ വചനം അയച്ച് സൗഖ്യം തരുന്നുണ്ട്. അവൻ തന്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് നൽകി സൗഖ്യം തരുന്നുണ്ട്. അവൻ തന്റെ ജീവിക്കുന്ന സാന്നിധ്യം കൊണ്ട് അവൻ നമ്മെ പരിപാലിച്ച് നടത്തുന്നുണ്ട്. അവന്റെ രാത്രി അഗ്നിസ്തംഭമായി, പകൽ മേഘസ്തംഭമായി ഉറങ്ങാതെ കർത്താവ് നമുക്ക് വേണ്ടി കാവൽ നിന്ന് നമ്മെ സംരക്ഷിച്ച് നടത്തുന്നുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മള് സങ്കീർത്തകനോട് ചേർന്ന് പറയേണ്ടതും നിരന്തര ഹൃദയം കൊണ്ട്, ദൈവമേ നീ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ മൂഖതയുടെ ദേശത്ത്. സത്യമാണ്. എന്നിട്ട് സങ്കീർത്തകൻ പറയാണ്, നിന്റെ കാൽവഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്നെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടെ നിന്ന് വലതു ഭാഗത്തുണ്ട്. കർത്താവ് നമുക്ക് കാവലായും കർത്താവ് നമുക്ക് സഹായകനായും മാറിയാൽ തീരാനുള്ള പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതം, അത് എല്ലാ സമയവും അങ്ങനെ ആയിരിക്കും.